സീസണിനൊടുവിൽ ഫ്രഞ്ച് ക്ലബ് PSG വിടുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ച ഫ്രഞ്ച് സ്ട്രൈക്കർ കിലിയൻ എംബാപ്പെ സമൂഹമാധ്യമ അക്കൗണ്ടുകളിലൂടെ പുറത്തുവിട്ട വീഡിയോയിലാണ് 25-കാരനായ എംബാപ്പെ ഇക്കാര്യം വ്യക്തമാക്കിയത്. എംബാപ്പെ ആദ്യമായാണ് ക്ലബ് വിടുന്ന കാര്യം സ്ഥിരീകരിക്കുന്നത്. സ്പാനിഷ് വമ്പന്മാരായ റയൽ മാഡ്രിഡിലേക്കാണ് താരം പോകുന്നത്. സമയമാകുമ്പോൾ ഞാൻ നിങ്ങളോട് കാര്യങ്ങൾ തുറന്നു പറയുമെന്ന് പറഞ്ഞിരുന്നു. PSG-യിൽ എൻ്റെ അവസാന വർഷമാണിത്. ഞാൻ കരാർ നീട്ടില്ല. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ ഈ സാഹസിക യാത്ര അവസാനിക്കുമെന്ന് എംബാപ്പെ പറഞ്ഞു. ജൂണിലാണ് PSG-യുമായുള്ള താരത്തിന്റെ കരാർ അവസാനിക്കുന്നത്. റയലിനൊപ്പം ചേരാൻ താരം ധാരണയിലെത്തിയതായി നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ഇതിനകം ലീഗ് 1 കിരീടം ഉറപ്പിച്ച PSG-യുടെ എക്കാലത്തെയും റെക്കോർഡ് ഗോൾ സ്കോററാണ് എംബാപ്പെ. 255 ഗോളുകളാണ് താരം ക്ലബിനായി നേടിയത്. 2017 ഓഗസ്റ്റിൽ മൊണോക്കോയിൽ നിന്നാണ് താരം PSG-യിലെത്തുന്നത്. ഞായറാഴ്ച ലീഗ് 1-ൽ ടുലൂസിനെതിരെ താരം പാരീസ് ക്ലബിനായി തന്റെ അവസാന ഹോം മത്സരത്തിന് PSG-യുടെ തട്ടകമായ പാർക്ക് ഡെസ് പ്രിൻസസിൽ ഇറങ്ങും. മെയ് 15-ന് നീസിനെതിരെയും 19-ന് മെറ്റ്സിനെതിരെയും ലീഗ് മത്സരങ്ങളുണ്ട്. 25-ന് ഫ്രഞ്ച് കപ്പ് ഫൈനലിൽ ലിയോണാണ് PSG-യുടെ എതിരാളികൾ. ഒരു കളിക്കാരനായും മനുഷ്യനായും വളരാൻ ക്ലബ് തന്നെ സഹായിച്ചതായി എംബാപ്പെ പറഞ്ഞു. ഏറെ വൈകാരികമാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച ക്ലബിനൊപ്പം കളിക്കാനുള്ള അവസരം ലഭിച്ചു. ക്ലബ് വിടുന്നത് ഇത്ര ബുദ്ധിമുട്ടാകുമെന്ന് കരുതിയില്ല. 7 വർഷത്തിനു ശേഷം പുതിയ വെല്ലുവിളി ഏറ്റെടുക്കേണ്ടത് ആവശ്യമാണെന്നും താരം കൂട്ടിച്ചേർത്തു. താരത്തെ ക്ലബിനൊപ്പം നിർത്താൻ PSG ഉടമകൾ എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നു. ഫ്രീ ട്രാൻസ്ഫറിൽ ക്ലബ് വിടാനുള്ള തീരുമാനം ക്ലബും താരവും തമ്മിൽ തർക്കത്തിനിടയാക്കി. 2021-22 സീസണിനൊടുവിൽ ഫ്രീ ട്രാൻസ്ഫറിൽ താരം ക്ലബ് വിട്ടേക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിരുന്നതാണ്. ഒടുവിൽ 2 വർഷം കൂടി ക്ലബിനൊപ്പം നിൽക്കാൻ തീരുമാനിക്കുകയായിരുന്നു. യുവേഫ ചാമ്പ്യൻസ് ലീഗ് സെമി ഫൈനലിൽ ബൊറൂസിയ ഡോർട്ട്മുണ്ടിനോട് ഇരുപാദങ്ങളിലുമായി 2-0 പരാജയപ്പെട്ട് PSG പുറത്തായിരുന്നു. ഒരു ചാമ്പ്യൻസ് ലീഗ് കിരീടമെന്ന പാരീസ് ക്ലബിൻ്റെ മോഹം സ്വപ്നമായി തന്നെ തുടരുകയാണ്. റയലിനൊപ്പം 5 വർഷത്തെ കരാറാണ് താരം ഒപ്പിടുന്നതെന്നാണ് വിവരം. 5 വർഷത്തേക്ക് സൈനിങ് ബോണസായ 150 മില്യൺ യൂറോയും കൂടാതെ ഓരോ സീസണിലും 15 മില്യൺ യൂറോയും താരത്തിന് ലഭിക്കും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.